ഹലോ നമസ്കാരം. ചിക്കു കൂട്ടുവേളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് വന്നിരിക്കുകയാണ്. എല്ലാവരും നമ്മുടെ ഫുഡൊക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഇതൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഉണക്കമീൻ വെച്ചിട്ടൊരു കറിയാണ് കേട്ടോ. ഉണക്കമീൻ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. പാമ്പാട, തള എന്നൊക്കെ പറയും. നിങ്ങളുടെയൊക്കെ അവിടെ എന്താ പറയുന്നതെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഉണക്കമീൻ, വാഴയ്ക്ക, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് തേങ്ങ ചിരവിയത്, കറിവേപ്പില. ഇത്രയും സാധനങ്ങളാണ് കേട്ടോ വേണ്ടിയത്. പിന്നെ ഒരു കഷ്ണം പുളി, അത് വെള്ളത്തിലിട്ട് വെച്ചേക്കാണ്. പിന്നെ വെളിച്ചെണ്ണ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇത് വെക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പോൾ ആദ്യം നമുക്ക് ഉപ്പ് പിന്നെ പാകത്തിന് ആവശ്യത്തിന് വെച്ചത്, ഉണക്കമീനല്ലേ. അപ്പം ഇതെല്ലാം കഴുകി വൃത്തിയാക്കി നമ്മൾ വാഴയ്ക്കയും തക്കാളിയും ചെറുതായിട്ട് നീളത്തിനാട്ടോ വാഴയ്ക്ക അരിഞ്ഞേക്കണേ. തക്കാളി അതേപോലെ നീളത്തിന് അരിഞ്ഞു. പച്ചമുളക് കീറിയിട്ടു. പിന്നെ തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, ഇതെല്ലാം കൂടെ എടുക്കുക. പിന്നെ നമുക്ക് തേങ്ങ അരച്ച് എടുക്കണം. അപ്പം തേങ്ങ അരക്കൽ മാത്രമേ ഉള്ളൂ ഇതിലൊരു പണി, അല്ലാതെ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. വാഴയ്ക്ക, ഉണക്കമീൻ, പച്ചമുളക്, തക്കാളി, പിന്നെ കറിവേപ്പില, അതെല്ലാം ഇട്ട് കൊടുക്കുക. പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കുക, മഞ്ഞൾപ്പൊടിയും. പിന്നെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് പുളി ഇട്ട് വെച്ച വെള്ളം നമ്മൾ അതിനകത്തിട്ട് ജാറ് കഴിക്കാൻ ഒഴിക്കുക കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ അത്രയും വേസ്റ്റായി പോകുമല്ലോ. ഞാനങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ അടപ്പിൻ്റെ ഉള്ളു മാത്രമേ കഴുകുന്നുള്ളൂ. അടുപ്പിൻ്റെ പുറം ഞാനൊന്നും കഴുകിയിട്ടില്ല. അപ്പോൾ അതാരും കമൻറ്റ് ചെയ്യരുതേ. അപ്പം അതതിനകത്തേക്ക് ഒഴിച്ച് പാകത്തിന്, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. ഇതെല്ലാം കൂടെ പാകത്തിന് വെച്ച് പിന്നെ നമ്മൾ അടുപ്പേ വെച്ച് കൊടുക്കും. ഇനി അടുപ്പേ തീ കത്തിച്ച് അത് ഇനി ഒന്ന് തിളച്ച് വെന്താൽ മതി. അപ്പോൾ അത് അടച്ച് വെച്ച്. അപ്പോൾ കറി ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. വേണ്ട, നല്ല കളറ്, നല്ല മണം ആയി, നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പം ഇനി നല്ലോണം പറ്റിക്കേണ്ടവർക്ക് പറ്റിച്ചെടുക്കുക. ഇതിപ്പോൾ ചാറ് പോലെയാണ് നമ്മൾ ആക്കിയെടുത്തിരിക്കുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ. ഉപ്പൊക്കെ ഉണ്ട്. ഉപ്പൊക്കെ ഞാൻ നോക്കിയാണ്. ഞാൻ അതങ്ങനെ കൊണ്ടുപോയി ഒഴിച്ചിട്ടില്ല കേട്ടോ. ഞാൻ മണത്ത് നോക്കിയതേ ഉള്ളേ. ആരും അത് കമൻറ്റ് ചെയ്തിട്ടോ. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പം കറി റെഡി ആയിട്ടുണ്ട്. അതൊക്കെ ഓഫാക്കി വെച്ചു. അപ്പോൾ ഇത് നമ്മൾ നല്ല ചൂട് ചോറും കൂട്ടിയിട്ട് കറി നമ്മൾ കൂട്ടി നോക്കാം. നല്ല ചൂടാണ് കേട്ടോ. കുറച്ച് കറി അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് ഇത് നമുക്ക് പിന്നെ ഉണക്കമീൻ വെച്ചിട്ട് ചെയ്യാം, ചെമ്മീൻ വെച്ചിട്ട് ചെയ്യാം. പിന്നെ വാഴയ്ക്കയുടെ സ്ഥാനത്ത് നമുക്ക് ചക്കക്കുരു വെച്ച് ചെയ്യാം. അങ്ങനെ എല്ലാ മീനുകളും കൊണ്ടും ഇത് ചെയ്യാം. അപ്പോൾ നല്ല ചൂടാണ്. അപ്പം ചിക്കു അതിലേ വന്ന് എത്തി നോക്കിയിട്ട് അങ്ങ് പോയേ. അപ്പോൾ നല്ല രുചിയുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അപ്പോൾ നമ്മുടെ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു.